ഇദ്ദേഹം ഈ കുടുംബസമേതം താമസിക്കുന്ന വീടാണ്. ചാക്കി ITIയുടെ സമീപത്തുള്ള, അതായത് ചാക്ക ITIയോട് ഇത്രയും അധികം വിദ്യാർത്ഥികൾ തിരുവനന്തപുരം ജില്ലയിൽ പഠിക്കുന്ന ചാക്ക ITIയോട് സമീപത്ത് ആ കോളേജിന് ചേർന്നുള്ള ഒരു ഇടവഴിയിൽ കൂടി കയറിയാണ് ഈ വീട്ടിലേക്ക് വരുന്നത്. നമുക്ക് ഈ വീട്ടിൽ കയറിയാൽ കാണാം, വീട്ടിന്റെ ഒന്നാമത്തെ നിലയിലാണ് ഈ കാണുന്നത് പോലെയുള്ള ഒരു അറ നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കിത് സാധാരണ രീതിയിൽ കയറി കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടുള്ള ഒരു വുഡ് കൊണ്ടുണ്ടാക്കിയ ഒരു കബോർഡാണെന്ന് മാത്രമേ തോന്നുകയുള്ളൂ. പക്ഷേ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ മുകളിലായിട്ട് ഒരു സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂ മാറ്റി കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇങ്ങനെ തുറക്കാൻ സാധിക്കും. ഈ കാണുന്നത് പോലെ തന്നെ തുറക്കാൻ സാധിക്കും. ഇത് തുറന്നു കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് നിന്നാണ് എക്സൈസ് സംഘം കഞ്ചാവ് പിടികൂടി. അതിനുശേഷം അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ എക്സൈസ് സംഘത്തിന്റെ പരിശോധന നടക്കുകയാണ്. നമുക്ക് ഇങ്ങോട്ടേക്ക് കയറി കഴിഞ്ഞാൽ അകത്തൊരു റൂമുണ്ട്. ആ റൂമിന്റെ അകത്ത് നേരത്തെ നമ്മൾ കാണിച്ചതാണ്. അതായത് ഇവിടെ ഒരു ഹാൻഡ് വാഷ് ഉണ്ട്. ബാത്റൂമിന്റെ അകത്ത് ഒരു വാഷ് ബേസിനുണ്ട്. വാഷ് ബേസിന്റെ അടിയിൽ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് എത്താതെ ഇവിടെ ഒരു ബോക്സ് ഉണ്ട്. ഈ വാഷ് ബേസിന്റെ അകത്ത് ഒരു ബോക്സ് ഉണ്ട്. ആ ഒരു ബോക്സ് മാറ്റി കഴിഞ്ഞാൽ അതിന്റെ അകത്ത് ഒരു രഹസ്യ അറയാണ് ഈ കാണുന്നത് പോലെ. അതായത് ഇതൊരു വാഷ് ബേസിനാണ്. ഈ വാഷ് ബേസിന്റെ അടിയിൽ ഈ കാണുന്നത് പോലെ തന്നെ ഒരു കബോർഡ് വെച്ചിട്ടുണ്ട്. ഈ കബോർഡ് നമ്മൾ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഇത് സാധാരണ രീതിയിൽ തുറന്ന് പരിശോധിച്ചാൽ ഒരു കബോർഡിന്റെ അകത്ത് ഷെൽഫ്. പക്ഷേ ഇത് ഊരി കഴിഞ്ഞാൽ ഈ വാഷ് ബേസിന്റെ അടിയിലുള്ള ഈ കബോർഡ് അവിടെ നിന്ന് ഊരി മാറ്റി കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് ഒരു അറയാണ്. ഇത് വാതിൽ ചേട്ടാ ഒന്ന് തുറക്കാൻ പറ്റും. ഇതൊരു രഹസ്യ അറയാണ്. ഇതിന്റെ അകത്ത് എത്രത്തോളം വേണമെങ്കിൽ 13 അല്ല 100 കിലോ വേണമെങ്കിൽ കഞ്ചാവ് സൂക്ഷിക്കാൻ പാകത്തിന് ഒരു അറ ഈ അനീഫ് ഖാൻ സ്വയം നിർമ്മിച്ചിരിക്കുകയാണ്. ഒരാൾക്ക് സുഖമായി കയറിപ്പോകാൻ പാകത്തിലാണ് ഇതിന്റെ നിർമ്മാണം എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. ഇയാൾ കുടുംബമായി താമസിക്കുന്ന വീടാണ്. വൈദഗ്ധ്യമായിട്ട് വെൽ ഫർണിഷ്ഡ് വീടാണ്. ആ വീടിനെ നോക്കുക, നമ്മളിപ്പോൾ നമ്മൾക്ക് സഹായിക്കുക, നമ്മളെ കാണിക്കാൻ വേണ്ടിയാണ് അവിടെ റെയ്ഡിനെത്തിയ ഉദ്യോഗസ്ഥൻ അതിനകത്തേക്ക് കയറുന്നത്. അപ്പോൾ അതിനകത്തേക്ക് കയറുമ്പോൾ ഒരാൾ പൊക്കമുണ്ട്. അപ്പോൾ മറ്റ് ഭാഗങ്ങൾ, വീടിന്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ ഇനിയും ഇതുപോലെ സൂക്ഷിച്ചിട്ടുണ്ടോ? എല്ലായിടത്തും എക്സൈസ് സെർച്ച് പൂർത്തിയാക്കിയോ? ഈ പരിശോധന ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇനി ഇത് 13 കിലോ എന്ന് പറയുന്നത് ഈ വലിയ പാക്കറ്റുകളിലുള്ള കഞ്ചാവ് തൂക്കിയപ്പോൾ മാത്രമാണ് ഈ 13 കിലോയോളം വരുന്നത്. ഈ കാണുന്നത് പോലെ 2 വലിയ പാക്കറ്റുകളും പിന്നീട് ചെറിയ പാക്കറ്റുകളുമായിട്ടാണ് ഈ കഞ്ചാവ് സൂക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് പൂർണ്ണമായി തൂക്കി പരിശോധിക്കേണ്ടതുണ്ട്. എല്ലാം പരിശോധന പൂർത്തിയായി കഴിഞ്ഞാൽ മാത്രമേ ഇത് എത്ര കിലോയാണ് എന്നുള്ള ഒരു അവസാന ലിസ്റ്റിലേക്ക് എത്തിയുള്ളൂ. എന്തായാലും ഇതൊരു പ്രാഥമിക കണക്കാണ്. കാരണം ഈ പ്രഥമ ദൃഷ്ടിയാൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഈ രഹസ്യ അറകളിൽ നിന്ന് പിടിച്ചെടുത്ത കഞ്ചാവാണ് ഈ 13 കിലോയോളം വരുന്നത്. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത് ചാക്ക ITIക്ക് സമീപത്തുള്ളതാണ്. ചാക്ക IT മാത്രമല്ല, ഒട്ടനവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള ഒരു മേഖല കൂടിയാണ്. ആ വിദ്യാഭ്യാസ മേഖലയ്ക്ക് സമീപത്ത് നിന്നാണ് ഈ 13 കിലോ കഞ്ചാവ് പിടിച്ചിരിക്കുന്നത്. അതും ഇവിടെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ മനസ്സിലാവും 500-ലധികം ചെറിയ പാക്കറ്റുകളാണ് ഈ മുറിക്കകത്തുള്ളത്. അപ്പോൾ ഈ പാക്കറ്റുകളിലാക്കി ഇത് വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയായിരിക്കണം ഈ അനീഫ് ഖാൻ ഈ പ്രവൃത്തി ഈ വീട്ടിൽ നടത്തിയതെന്നുള്ള ഒരു കാര്യം വ്യക്തമാണ്. പാക്കറ്റുകളും കാണാൻ കഴിയുന്നുണ്ട്. വളരെ വിദഗ്ധമായിട്ടാണ്. കാരണം എനിക്കതൊരു ഈ ലഹരിയുടെ ഒരു ഹബ്ബാണ് പിടികൂടിയിരിക്കുന്നത്. കാരണം ലക്ഷ്യമിട്ടത് ഒരു പക്ഷേ വിദ്യാർത്ഥികളെ തന്നെയാണ്. കാരണം ചാക്ക IT തൊട്ടടുത്ത്, പിന്നെ നഗരത്തിലെ സ്കൂളുകൾ. അപ്പോൾ ഈ പാക്കറ്റുകൾ നോക്കൂ, പലയിടങ്ങളിലായി കിടക്കുകയാണ് പാക്കറ്റുകൾ. അപ്പോൾ ചെറിയ ചെറിയ പാക്കറ്റുകളിലായി MDMA തൂക്കി അതിനുള്ള അളവ്, ത്രാസ്, ഇതൊക്കെ എത്രത്തോളം വൈദഗ്ധ്യത്തോടു കൂടിയാണ് കൈകാര്യം ചെയ്ത് പിടികൂടിയുന്ന വൻസ്രാവിനെയാണ്. അങ്ങനെ നേരത്തെയും പിടികൂടിയിട്ടുള്ള ആള് തന്നെയാണ്. ഒമ്നി വാനിൽ ഇതേപോലെ അറയുണ്ടാക്കിയാണ് അന്ന് MDMAയുമായിട്ടൊക്കെ ഇയാളെ പിടികൂടിയിട്ടുള്ളത്. എന്തായാലും വെൽ പ്ലാൻഡ് ആയിട്ടാണ് ഇയാൾ ഇത് ചെയ്യുന്നത് എന്നുള്ളത് ഉറപ്പാണ്. ഒരു ചെറിയ ഇടവഴി കൂടിയാണ് ഇയാളുടെ വീട്ടിലേക്ക് പോകുന്നതെന്നാണ് പറയുന്നത്. ഇത്രയും കവർ ഇവിടുന്ന് കെട്ടിയ സ്ഥിതിക്ക് എന്തായാലും MDMA കാണും എന്നുള്ളതാണ് നമ്മുടെ ഒരു വിശ്വാസം. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചേ കിട്ടിയിട്ടുള്ളൂ, ബാക്കി ഇവിടെ കാണണം എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. ഇത്രയും കവർ അല്ലാതെ ഈ വീട്ടിലിവിടെ ഈ കഞ്ചാവ് വിൽക്കാനുള്ള കവർ ഓക്കെ, അത് ഇത്രയും കവറുണ്ട്. പക്ഷേ ഈ MDMA വിൽക്കാനുള്ള കവർ ഇത്ര ഇട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് MDMA എവിടെയെങ്കിലും കാണും. അതിന്റെ ത്രാസോടെ ഇതാണ് ഇവന്റെ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ള സിന്തറ്റിക് ഡ്രഗ്സ് തൂക്കാൻ ഉപയോഗിക്കുന്ന ത്രാസാണിത്. അപ്പോൾ ഇതും ഈ ചെറിയ കവറുകളും കിട്ടിയില്ലാണ് നമുക്ക് സംശയം കൂടുതൽ വന്നത്. അപ്പോൾ ഈ MDMA കച്ചവടം ഉണ്ടെന്നുള്ളത് നമ്മൾ ഇപ്പോഴും ഈ സാധനം എടുത്തപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. സാധാരണയായിട്ട് പുള്ളി കഞ്ചാവ് കച്ചവടമാണ് ചെയ്യുന്നത്. അപ്പോൾ MDMA കച്ചവടം ചെയ്യുന്നത് ഈ MDMA വീട്ടിൽ നിന്ന് കണ്ടുകിട്ടിയതിന് ശേഷമാണ് നമുക്കും നമ്മുടെ ശ്രദ്ധയിലും പെട്ടത്. അപ്പോൾ നമ്മളത് കാര്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടുകിട്ടുന്ന മുറയ്ക്ക് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ശരി, തീർച്ചയായും ആശ്ചര്യപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നത്. തിരുവനന്തപുരത്ത് ഒരു ലഹരിക്കാരനെ പിടികൂടിയിരിക്കുന്നു. പ്രതി അനീഫ് ഖാനാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു അറയാണ്, അല്ലേ, ലഹരിയുടെ ഒരു അറയാണ്. കാരണം അതിൽ പരിശോധന ഇപ്പോഴും എക്സൈസിന്റെ ഭാഗത്തുനിന്നും പൂർത്തിയായിട്ടില്ല. പലയിടങ്ങളിലും, കാരണം ഒരാൾ പൊക്കമൊക്കെ തന്നെ ഈ വാഷ് ബേസിന്റെയൊക്കെ അടിയിൽ തന്നെ പ്രത്യേക സംവിധാനം, അറകൾ ഒരുക്കിയാണ് ഇത്തരത്തിൽ ലഹരി വസ്തുക്കൾ സൂക്ഷിച്ചത് എന്നാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു വൻ സ്രാവിനെ തന്നെയാണ് പിടികൂടിയിരിക്കുന്നത്. അതിലൊരു തർക്കവുമില്ല. പരിശോധനകൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. MDMA ഉണ്ട് എന്നത് തന്നെയാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്.